What is happening in Strait of Hormuz? What is the current position of Iran? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനയിൽ പോയി വന്നതിന് ശേഷം ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഭാഷ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? ഇന്ത്യയുടെ നിലപാട് എന്ത്? അതുപോലെ തന്നെ UAE ഇന്ത്യ, നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി UAE പ്രസിഡന്റുമായുള്ള മീറ്റിങ്ങിന് ശേഷം ഒരുപാട് പുതിയ കരാറുകൾ അതുപോലെ തന്നെ പുതിയ ട്രീറ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യൻ എക്കണോമിക്കും ദുബായിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 500 കോടിയോളം ഡോളർ വരുന്നെന്നും ഉള്ള വാർത്തകൾ ഒരു വശത്ത്, ചൈന US ബന്ധം ദൃഢമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് മറുഭാഗത്ത്, ബ്രിക്സ് ഉച്ചകോടിയിൽ ഫോറിൻ മിനിസ്റ്റർമാരുടെ സമ്മേളനത്തിൽ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ രാജ്യം ഇപ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്നുള്ള ആവശ്യത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന അതേ സമയം തന്നെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാച്ചിയുടെ ഒരു പത്രസമ്മേളനത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് അമേരിക്ക എത്രത്തോളം സാങ്ഷനുകളും കാര്യങ്ങളും ഇറാൻ്റെ മേലെ ചുമത്തുന്നുവോ, ഇറാനെ എത്രത്തോളം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും കൂടുതൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ അവർ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലുള്ള ട്രാവലിംഗ് അല്ലെങ്കിൽ ഷിപ്പുകളുടെ മൂവ്മെൻറ്റ് അത്ര എളുപ്പമാകില്ല എന്നുള്ളൊരു ചുവയാണ് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞാൽ അത് ഇറാൻ്റെയും അതുപോലെ മറ്റൊരു ഭാഗം ഒമാൻ്റെയും കൂടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇൻ്റർനാഷണൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലമൊന്നുമില്ല. അതിലൂടെ പോകുന്നവർക്ക് ഇറാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾക്ക് സുഗമമായി ട്രാവൽ ചെയ്യാം. ഇറാനുമായി ശത്രുതയുള്ള രാജ്യങ്ങൾക്ക് എന്തുകൊണ്ടും ഇറാൻ ഡെൽറ്റ് വെക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമുള്ളത്. അതുപോലെ തന്നെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് UAE ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒന്നുമല്ല, പക്ഷേ അമേരിക്കൻ ബേസുള്ള അമേരിക്കയും ഇസ്രായേലിനെയും തീറ്റിപ്പോറ്റുന്ന ഏതൊരു രാജ്യവും അവരുമായി സൗഹൃദത്തിലുള്ള, അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രാജ്യം ഏതായാലും അവിടെ ആ ബേസുകളെ ഞങ്ങൾ നിഷ്കരണം ആക്രമിക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് അദ്ദേഹം വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നല്ലൊരു സുഖമുള്ള വാർത്തകളല്ല പുറത്തു വരുന്നത്. ഇസ്രായേൽ ഈ ഒരു സമയത്തൊക്കെ വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് ഈ വിഷയത്തിലൊന്നും ഒരു അഭിപ്രായം പറയാണ്ട് അവിടെ ഗസയിലും ലബനാനിലൊക്കെ കുത്തതിന് അക്രമം അയച്ചുവിട്ടുകൊണ്ട് അവരുടെ സ്ഥിരം കലാപരിപാടിയായ കൂട്ടക്കൊലയും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നൽകുന്ന സൂചന ഈ യുദ്ധം ഒരു തരത്തിലും തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പം വേണമെങ്കിൽ പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള രീതിയിലാണുള്ളത്. അതേ സ്ഥാനത്ത് USA ട്രംപിൻ്റെ സിൽബന്ധികളുമായ കുറച്ച് ടീമുകളൊക്കെ കൂടി ചൈനയിലേക്ക് പോയി ഞെട്ടിത്തരിച്ചിട്ട് ട്രംപിൻ്റെ കിളി പോയി നിൽക്കുന്ന വീഡിയോ പല ഇതിൽ നമുക്ക് കാണാം. അത് ചൈനയിലുള്ള ഡെവലപ്മെൻറ്റ്സ്, ചൈനയിലുള്ള നൂതനമായ ടെക്നോളജീസ്, ചൈനീസ് ഗവൺമെൻറ് ഒരുക്കി വെച്ചിട്ടുള്ള പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ട് ട്രംപിൻ്റെ കിളി പറഞ്ഞിട്ടാണുള്ളത്. എന്തിന് ട്രംപ് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെസ്ലയുടെ സ്ഥാപകനും ബിസിനസ് സംരംഭകനുമായിട്ടുള്ള എലോൺ മസ്കിൻ്റെ പോലും കിളി പറഞ്ഞിട്ടാണുള്ളത്. ചൈനയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വൈസുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് ഇവരെങ്ങനെ ഇത് ഒപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എലോൺ മസ്ക് അടക്കം മൂക്കത്ത് വിരൽ വെച്ചിട്ടാണ് ഉള്ളത്. ചൈന അത്രയും വലിയ ഡെവലപ്മെൻറ്റ്സ് ആണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് റോഡിൻ്റെ സ്ട്രക്ചറിലായാലും ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിലായാലും പിന്നെ ടെക്നോളജിക്കലായിട്ടുള്ള സ്ട്രക്ചറായാലും വണ്ടികളായാലും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളായാലും മൊത്തമായിട്ട് ഇവരെ സ്വീകരിക്കാൻ വരുമ്പോൾ പട്ടാളവും നേവിയും ഇവരൊക്കെ ഒരു ഷോ ഉണ്ടാവുമല്ലോ. ആ ഒരു ഷോ എല്ലാം കണ്ടിട്ട് ട്രംപ് അമ്പതായിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അടുത്തുള്ള സാധനങ്ങളുടെയൊക്കെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടിയിട്ട് കളവൻ്റെ കിളി പറഞ്ഞതാണ് സംസാരം, പാപ്പരാസികളുടെ ഇടയിലുള്ള സംസാരമുള്ളത്. അപ്പോൾ USA ഒരു ഭാഗത്ത് യുഎസ്എയുടെ മാർക്കറ്റ് എക്കണോമി തകർന്നുകൊണ്ടിരിക്കുന്നു. ഡോളർ ശക്തിയില്ലാതെ നടുവൊടിഞ്ഞ് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
USA മാർക്കറ്റിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കുമുള്ള താരിഫും കാര്യങ്ങളൊക്കെ കൂട്ടി തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ആകെ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സൗദി അറേബ്യ ആയിക്കോട്ടെ, അതുപോലെ വേറൊരു രാജ്യത്തിന് പറയുമ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ ഇടയ്ക്ക് നല്ല വൃത്തിക്കുള്ള ഒരു പണി കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ UAE-യോട് 2008-10 ആ സമയത്ത് വലിയൊരു എമൗണ്ട് പാകിസ്ഥാൻ്റെ നാഷണൽ ഡെപ്റ്റിന്, പാകിസ്ഥാൻ റുപ്പിയുടെ വാല്യൂ വളരെ ഡിമിനിഷായി രാജ്യം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ട്രഷറി കാലിയായിരുന്ന സമയത്ത് UAE ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നു. അത് ഏകദേശം 3.5 ബില്യൺ. അതായത് പാകിസ്ഥാനിലെ വളരെ വലിയൊരു സംഖ്യ അവരൊരു ഹെൽപ്പായിട്ട് കൊടുത്തിരുന്നു, കടമായിട്ട് കൊടുത്തിരുന്നു UAE. അപ്പോൾ സാധാരണഗതിയിൽ UAE അത് എല്ലാ വർഷം ആ കടം നാഷണൽ ഡെപ്റ്റ് പുതുക്കി നൽകാനാണ് പതിവ്. അത് അങ്ങനെ ഒരു ഷാഠ്യം പിടിച്ച് മേടിക്കലില്ലായിരുന്നു UAE. അവിടെ കിടക്കട്ടെ, പാകിസ്ഥാനികൾ പാവങ്ങൾ, ജീവിക്കാൻ വകയില്ലാത്തവർ, കന്നിക്ക് വകയില്ലാത്തവർ എന്ന രീതിയിൽ അവരൊരു ഹെൽപ്പായിട്ട് അങ്ങനെ ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇത്തവണ